നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ ആക്രമണത്തിനെതിരെ ഊന്നുക്കലിൽ പ്രതിഷേധ യോഗം നടത്തി. ഛത്തീസ്ഗഡിൽ ബിജെപിയുടെയും ബജരംഗ് ദളിന്റെയും നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഊന്നുക്കലിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. സമ്മേളനം പ്രമുഖ പ്രഭാഷക ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം സമുദായത്തെ സ്നേഹിക്കുന്നതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല. എന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയും. എന്റെ സമുദായം വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ എന്റെ സമുദായം വളരുന്നതിനൊപ്പം മറ്റു സമുദായങ്ങൾ തളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും മറ്റു വിശ്വാസങ്ങൾ അടിച്ചമർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ നിമിഷം മുതൽ ഞാനൊരു വർഗീയവാദിയായി മാറുകയാണ്. സമുദായ സ്നേഹം വേണം, വിശ്വാസങ്ങളെ മുറുകെ പിടിക്കണം, അത് ഏത് മതമായാലും. പക്ഷേ മറ്റു മതത്തിന്റെ വിശ്വാസത്തെ അവഹേളിക്കുമ്പോ, വിശ്വാസത്തെ അടിച്ചമർത്തുമ്പോ, മറ്റ് മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവനെ അവഹേളിക്കുമ്പോ ഞാനൊരു വർഗീയവാദിയായി തീരുകയാണ് എന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മറ്റു മതങ്ങളെ വിശ്വസിക്കുവാനും ബഹുമാനിക്കുവാനും പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കണം. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും മുൻപോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PSA കബീർ, ജോബി ജേക്കബ്, ജൈമോൻ ജോസ്, ടൈജൻ ചാക്കോ, ഗോപി MP, KC മാത്യു, മാമച്ചൻ ജോസഫ്, TK കുഞ്ഞുമോൻ, ഷോജി കുര്യാക്കോസ്, ഹാൻസി പോൾ, രാജു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.